ഈ നാട്ടിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ടാക്സ് അടച്ചു മുടിയത്തേ ഉള്ളൂ. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ടാക്സ് ആണ്. ഇങ്ങനെയൊക്കെ പറയാത്ത എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ നമ്മുടെ വീട്ടുകാർ പോലും പലപ്പോഴും ഇതൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാകും. ശരി തന്നെയാണ്, നമ്മുടെ രാജ്യത്ത് ടാക്സ് ഒരല്പം കൂടുതലാണ്. അത് ഇൻകം ടാക്സ് ആവട്ടെ, GST ആവട്ടെ. എന്നാൽ ടാക്സ് തീരെ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല പ്രവൃത്തികളും നമ്മുടെ നാട്ടിലുണ്ട്. കേൾക്കുമ്പോൾ കുറച്ച് അതിശയോക്തി തോന്നുമെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രവൃത്തിയാണ് എക്സ്പോർട്ട്, കയറ്റുമതി. നിങ്ങൾ ഗുഡ്സോ സർവീസസോ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ടാക്സ് ഇല്ലാതെ തന്നെ ആ ബിസിനസ് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഈ എക്സ്പോർട്ടിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന് നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ബട്ട് സബ്ജക്ട് ടു കണ്ടീഷൻസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പോർട്ടിൽ GST ബാധകമല്ല. ഇനി നിങ്ങൾ GST പേ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അത് റീഫണ്ട് ആയിട്ട് വാങ്ങും. ഇനി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണോ? വേണ്ട. ഇനി നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇമ്പോർട്ടിന്റെ സമയത്ത് നിങ്ങൾ നൽകിയ കസ്റ്റംസ് ഡ്യൂട്ടി നിങ്ങൾക്ക് തിരികെ റീഫണ്ട് ആയിട്ട് വാങ്ങുവാനും സാധിക്കും. എന്തുകൊണ്ടാണ് എക്സ്പോർട്ടേഴ്സിനോട് കേന്ദ്ര സർക്കാരിന് ഇത്ര പ്രണയം? സിമ്പിളാണ്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഫോറിൻ കറൻസിയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡോളേഴ്സ്. നമുക്കറിയാലോ, ഈ ഡോളർ കൊണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡോളർ ഏതെങ്കിലും ബാങ്കിൽ കൊടുത്ത് നമ്മൾ അതിന് പകരമായിട്ട് ഇന്ത്യൻ റുപ്പി നമ്മൾ വാങ്ങും. ഇനി നിങ്ങൾ കൊടുത്ത ഡോളർ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ആ ബാങ്ക് വഴി നേരെ കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കറൻസി റിസർവിലേക്കാണ് പോകുന്നത്. ഈ ഫോറിൻ കറൻസി റിസർവ് കൊണ്ട് കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത്? സിമ്പിൾ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളം കേട്ട ചില വാക്കുകളാണ് S-400 ട്രയംഫ് മിസൈലുകൾ, ഇന്ത്യയുടെ സുദർശന ചക്രം, അതുപോലെ ബറാക്ക് 8 സർഫസ് ടു എയർ മിസൈൽ, റഫേൽ യുദ്ധവിമാനം. ഇതൊക്കെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ വാങ്ങാൻ ഇന്ത്യ വർഷാവർഷം വലിയ തോതിലാണ് ബഡ്ജറ്റിൽ നീക്കിയിരിപ്പുണ്ടാക്കുന്നത്. പക്ഷെ ബഡ്ജറ്റിൽ നീക്കി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതൊക്കെ വാങ്ങാനായിട്ട് ഇന്ത്യയുടെ കൈവശം എന്തുണ്ടാവണം? ഫോറിൻ കറൻസി ഉണ്ടാവണം. ഡോളറും യൂറോയും റൂബിളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ആയുധങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇതൊക്കെ ഇന്ത്യക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇത്തരം ഫോറിൻ കറൻസി റിസർവിലൂടെയാണ്. ഇതിനു പുറമെ നമുക്ക് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുക, ഇനി ഇന്ത്യക്കാർക്ക് തന്നെ വിദേശത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോറിൻ കറൻസി, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയുടെ ഫോറിൻ കറൻസി റിസർവിൽ നിന്നാണ്. അടുത്ത തവണ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സ്പോർട്ട് അതിന്റെ ഒരു ഭാഗമാക്കുക. ഉറപ്പായും ടാക്സ് ഇളവ് ലഭിക്കുന്നതായിരിക്കും.